ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ചിക്കൻ ചുക്കയാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ വരൂ, നമുക്ക് കാണാം എങ്ങനെ ഉണ്ടാക്കുന്നത്. ചിക്കൻ ചുക്കയ്ക്കായി ഞാനിവിടെ 1 കിലോ ചിക്കൻ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 1 സ്പൂണ് തൈര് ഒഴിക്കും. 1 സ്പൂണ് തൈര് ഒഴിക്കും. 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇടുന്നില്ല കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ ചുക്കയുടെ കളർ അങ്ങ് മാറും. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഇട്ടിട്ട് അരമണിക്കൂർ നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പാകം ചെയ്യാൻ എടുക്കാൻ പറ്റുള്ളൂ. കാരണം അപ്പോഴേക്കും നമ്മളെ ചിക്കൻ നല്ല സോഫ്റ്റ് ആകും കേട്ടോ. അങ്ങനെ നമ്മുടെ ചുക്കക്ക് വേണ്ടിയിട്ട് ഇവിടെ മീഡിയം സൈസ് ഉള്ള വലിയ ഉള്ളിയാണ് നിങ്ങൾ 4 എണ്ണം എടുത്തത്. അത് ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉള്ളി എടുത്തത്. 1 കിലോ ചിക്കന് നമ്മൾ വലിയ ഉള്ളിയാണെങ്കിൽ 4, മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 5 ഉള്ളി എടുക്കാം. അങ്ങനെ നമുക്ക് സവോള കട്ട് ചെയ്യാം. എത്ര നേരിയതായിട്ട് നമുക്ക് കനം കുറച്ച് അരിയാൻ പറ്റുന്നു അത്രയ്ക്കും കനം കുറച്ച് അരിയണം. കാരണം നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഉള്ളി മുഴുവൻ ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞിട്ട് വരാം. ഇത് കണ്ടോ, വളരെ ഇതായിട്ട് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിത് മുഴുവൻ അരിഞ്ഞിട്ട് വരാം. അങ്ങനെ നമ്മുടെ സവോള ഞാൻ ഫുള്ള് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ ഇട്ട് വറുത്തെടുക്കാം. അങ്ങനെ നമ്മളെ ഉള്ളി വറുക്കാനായിട്ട് എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചത്. ഏത് എണ്ണയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഫുൾ ഉള്ളി ഒന്നിച്ചിടാൻ പറ്റില്ല. നമുക്ക് പകുതി ഉള്ളി ഇട്ടിട്ട് വറുത്തെടുക്കാം. അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് വറുക്കാം. അപ്പോൾ ഇത് നല്ല ബ്രൗണിഷ് കളർ ആകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. നമ്മളെ ആദ്യം ഇട്ട ഉള്ളി നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട്. നമുക്കിത് എടുത്ത് പാത്രത്തിലേക്ക് ഇടാം. ഇങ്ങനെ വിടർത്തിയിടണം കേട്ടോ, എന്നാൽ കുറച്ചും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇങ്ങനെ വിടർത്തിയിട്ട് വെക്കാം. ഇത് നമ്മൾ ആദ്യത്തെ ട്രിപ്പ് റെഡിയാക്കി ബാക്കി ഉള്ളിയും കൂടെ ഞാൻ ഫ്രൈ ചെയ്യാൻ ഇട്ടു. അപ്പോൾ അത് ഫ്രൈ ചെയ്തിട്ട് ഞാൻ വരാം. അങ്ങനെ നമ്മുടെ ഉള്ളി ഫുള്ള് വറുത്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യും, ഇതൊന്നിങ്ങനെ കൈയും കൊണ്ട് പൊടിച്ചിട്ട് വയ്ക്കണം. ഇങ്ങനെ പൊടിച്ച് വയ്ക്കാം. ആ ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മളത് ചെയ്യണം കേട്ടോ. ഇതാ നമ്മളെ ഈ പൊടിച്ച ഈ പരുവം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി മസാല റെഡിയാക്കാം. അങ്ങനെ ഞാൻ വറുത്ത എണ്ണ കുറച്ചെടുത്ത് മാറ്റി ബാക്കി 2-3 സ്പൂൺ എണ്ണയിലേക്ക് ഞാൻ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി ഓരോ സ്പൂണ് പേസ്റ്റ് ഞാൻ അതിലേക്ക് ഇടുകയാണ്. രണ്ടും ഒന്നിച്ച് ഞാൻ അരച്ചതാണ്. ഇത് 2 പച്ചമുളക് ഞാൻ ഇടുവാണ്. ഇതൊന്ന് മൂക്കട്ടെ. നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം നല്ല മൂത്തു. ഇത് ഞാൻ അതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല. ഇത് 3 ഇപ്പോൾ ഇടുന്നുള്ളൂ. ഇട്ടതിന് ശേഷം നമ്മളെ ഈ പച്ചമണം മാറുന്നത് വരെ എണ്ണയിൽ തന്നെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അങ്ങനെ നമ്മളെ മസാല പച്ചമണമെല്ലാം മാറി. ഇനി അതിലേക്ക് വലിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം ഇടുക, ചെറിയ തക്കാളി ആണെങ്കിൽ 3 എണ്ണം ഇടുക. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഈ തക്കാളി വെന്ത് നല്ല പേസ്റ്റ് പരുവം പോലെ ആകണം. അത് നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇളക്കി കൊടുത്താൽ മതി. അപ്പം പേസ്റ്റ് തക്കാളി നല്ല വെന്ത് വരുന്നത് വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മളെ മസാല കണ്ടോ, നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ടല്ലോ. കണ്ടോ, ഈ പരുവാകണം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ നേരത്തെ വൃത്തിയാക്കി വെച്ച നമ്മുടെ ചിക്കൻ നമ്മൾ എടുത്തിടും. ഇനി നമ്മൾ ചിക്കൻ എടുത്തിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഈ ചിക്കനുമായിട്ട് നമ്മൾ മസാല യോജിപ്പിക്കണം. അങ്ങനെ ആ സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് കൂട്ടിയിടാം. ഉണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക മസാല.
ചിക്കനിൽ പിടിക്കണം. ഓക്കെ, ഇനി നമുക്കിത് 15 മിനിറ്റ് വേവിച്ചിട്ട് വേകുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്ക് കാണാം. നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ നമ്മളെ ചിക്കൻ ഇവിടെ വെന്ത് കഴിഞ്ഞു. ഇത് കണ്ടോ, വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് അത്. നമ്മുടെ ഉള്ളിയൊക്കെ ഇടുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച് ഇനി നമ്മുടെ ഉള്ളി ഇതിലേക്ക് നമ്മൾ ഇടുവാണ്. കഴിയുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ വറ്റി റെഡിയാവും. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉണ്ടോ, ഇപ്പം തന്നെ വെള്ളം കുറച്ച് വറ്റിയില്ലേ. ഇനിയിപ്പം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള വെള്ളവും കൂടെ ഇതിൽ നിന്ന് വറ്റി വരും. നമ്മുടെ ചിക്കൻ ചുക്ക നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഈ പീസിലൊക്കെ നമ്മുടെ ഈ ഗ്രേവി നന്നായിട്ട് പിടിച്ച് ഡ്രൈ ആവണം. അതിന് നമ്മൾ ഇതിലേക്ക് ഇനി ഇടാൻ പോകുന്നത് 1 ടീസ്പൂണ് പെരിഞ്ജീരകവും 1 ടീസ്പൂണ് കുരുമുളകും. അപ്പം ഞാൻ രണ്ടും കൂടെ ഞാൻ ഒന്നിച്ച് പൊടിച്ചു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 1 ടീസ്പൂണ് പെരിഞ്ജീരകവും 1 ടീസ്പൂണ് കുരുമുളകും കൂടെ ഞാൻ ഒരുമിച്ച് പൊടിച്ചു. അപ്പം ഞാൻ അത് ഇടാൻ പോവുകയാണ്. പെരിഞ്ജീരകം ഇത് എന്തായാലും നിങ്ങൾ ഇടണം. ഇതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ്. ഇനി നമ്മൾ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ചുക്ക റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ കറക്റ്റാണ്. നമുക്ക് ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. നമുക്കിത് നെയ്ച്ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ എന്ത് വേണമെങ്കിലും കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റി ഫുഡാണിത്, ചിക്കൻ ചുക്ക. ഇത് കണ്ടോ നിങ്ങൾ, ഇതുപോലെ ഉണ്ടാവും. കണ്ടോ, നല്ല ചിക്കൻ്റെ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ ചിക്കൻ ചുക്ക എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ എല്ലാവരും അതുപോലെ ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ആ ലൈക്ക് ഒന്ന് അടിക്കുക. കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത വീഡിയോ ഉണ്ടാക്കാനുള്ള എൻ്റെ സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്.